So next is our fifth module. The syllabus or the fifth module consists of satellite communication and multiple access techniques, FDMA, TDMA, CDMA, SDMA. These four multiple access techniques and applications in satellite communication wire. Then a multiple access technique application in wired communication, in satellite communication, earth station, then fibers, different types of optical fibers, then optical fiber sources, detectors, digital filters, and optical link. So actually the first topic is the multiple access techniques in satellite communication. So before going to that, let's see what is satellite communication and why we are using satellite communication. As we know, satellite communication is used because of the limitation of terrestrial communication. ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്പേസിലോട്ട് സിഗ്നൽ ട്രാവൽ ചെയ്യിക്കുന്നില്ല. എന്താ, ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക്, അത് എർത്തിൽ തന്നെ ഉള്ള ഒരു ആൻറ്റിന യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ നോർമലി പറയുന്ന FM ആണെങ്കിൽ ഇപ്പോൾ സാറ്റലൈറ്റ് വഴിയായിരിക്കാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളൊരു ആൻറ്റിന, രണ്ട് ആൻറ്റിന എർത്തിൽ വെച്ചിട്ട് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കർവേച്ചർ ഓഫ് എർത്ത് ആണ്. അതായത് ഇപ്പം ഇങ്ങനെയാണ് എർത്തിന്റെ കർവേച്ചർ എങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉണ്ട്, ഇവിടെ ഒരു റിസീവിങ് ആൻറ്റിന ഉണ്ട്, അല്ലേ? അപ്പോൾ സിഗ്നൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെയല്ല ട്രാവൽ ചെയ്യുന്നത്. കാരണം എന്താ, എർത്തിന്റെ ഒരു കർവേച്ചർ കാരണം സിഗ്നലിന് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദർ ഈസ് എ ലിമിറ്റേഷൻ. അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് നമ്മുടെ ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷനകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഡിസഡ്വാൻറ്റേജസിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള സിഗ്നലിനെ എന്ത് ചെയ്യും, സാറ്റലൈറ്റിലോട്ടായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് എർത്ത് സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ആൻറ്റിന യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു അപ്ലിങ്ക് ഫ്രീക്വൻസിയിൽ സിഗ്നലിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് അപ്ലിങ്ക് ഫ്രീക്വൻസി, വാട്ട് ഈസ് ഡൗൺലിങ്ക് ഫ്രീക്വൻസി എന്ന്. അപ്ലിങ്ക് ഫ്രീക്വൻസി നമ്മൾ മേളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. ദെൻ ഡൗൺലിങ്ക് ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്യും, ഡൗൺലിങ്ക് ഫ്രീക്വൻസിയിൽ നമ്മൾ താഴേക്ക് സിഗ്നലിനെ കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സിഗ്നലിനെ എനിക്ക് എന്ത് ചെയ്യാം, പല പല ഡയറക്ഷനിലേക്ക് എനിക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എർത്തിൽ തന്നെയുള്ള വേറെ പല പല റിസീവറിലോട്ട് എന്ത് ചെയ്യാം, ഇതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. വയേർഡ് കണക്ഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പം വയേർഡ് കണക്ഷനിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഒത്തിരി ചാനൽസിന് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ അഡ്വാൻറ്റേജസ്. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ് ഭയങ്കരമാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ. പക്ഷേ ഇനിഷ്യൽ കോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോസ്റ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ കുറവാണ്. അപ്പം ഇങ്ങനത്തെ കുറേ കാരണമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സാറ്റലൈറ്റിൽ പറഞ്ഞു ഫ്രം എർത്ത് സ്റ്റേഷൻ ടു ദ സാറ്റലൈറ്റ്, ഫ്രം സാറ്റലൈറ്റ് ടു ദ എർത്ത് സ്റ്റേഷൻ. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്മിഷനും റിസപ്ഷനും വരിക. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ എങ്ങനെ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അപ്പോൾ അതാണ് നമ്മൾ എന്തിൽ പറയാ, മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് എന്ന് പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ പറഞ്ഞു അപ്ലിങ്ക് ഫ്രീക്വൻസിയിൽ നമ്മൾ മേളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ഡൗൺലിങ്ക് ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ സിഗ്നലിനെ റിസീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഈ അപ്ലിങ്ക് ഫ്രീക്വൻസിയും ഡൗൺലിങ്ക് ഫ്രീക്വൻസിയും നമ്മളെപ്പോഴും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിട്ടാണ് വെച്ചേക്കുക. അപ്ലിങ്ക് ഫ്രീക്വൻസിയാണ് എപ്പോഴും എന്താ ഉണ്ടായിരിക്കുക, ഹയർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അപ്ലിങ്ക് ഫ്രീക്വൻസി ആൻഡ് ഡൗൺലിങ്ക് ഫ്രീക്വൻസി ആർ ഡിഫറൻറ്റ് ബിക്കോസ് ടു അവോയ്ഡ് ഇന്റർഫറൻസ്. ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് അപ്ലിങ്ക് ഫ്രീക്വൻസി നമ്മൾ ഹയർ ആയിട്ട് വയ്ക്കുമ്പോഴത്തേക്കും സാറ്റലൈറ്റിലുള്ള ആന്റിനയുടെ സൈസ് എനിക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആന്റിന ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ എനിക്ക് ആന്റിനയുടെ ലെങ്ത് കുറയ്ക്കാം. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഒരു സിഗ്നൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യിക്കുമ്പോൾ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന ആന്റിനയുടെ ലെങ്ത് എന്ത് ചെയ്യാം, കുറയ്ക്കാം. എന്തിനാ അങ്ങനെ കുറയ്ക്കുന്നത്, സാറ്റലൈറ്റ് ഓൾറെഡി സ്പേസിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അതിൽ നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ സൈസ് മിനിമം ആക്കാനേ എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ, നോക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മോൾ ആന്റിന യൂസ് ചെയ്താൽ അത്രയും നമുക്ക് അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലെ മേളിലേക്ക് ട്രാവൽ ചെയ്യിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോസ് കുറച്ചും കൂടെ എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം ഒരു സിഗ്നൽ അപ്ലിങ്കിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, മേളിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുറേ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിന് ബ്രേക്ക് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, മേളിലേക്ക് പോകേണ്ടത്.
അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങൾ കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യും? അപ്ലിങ്ക് ഫ്രീക്വൻസി ഷുഡ് ബി ഹയർ ദാൻ ഡൗൺലിങ്ക് ഫ്രീക്വൻസി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം ഉണ്ടാവും. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും മൊബൈൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഡിഫൻസ് പർപ്പസിനാണെങ്കിലും എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ടെലിവിഷനിലാണെങ്കിലും. പക്ഷേ നമ്പർ ഓഫ് യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡേ ബൈ ഡേ കൂടുന്നുണ്ട് അല്ലേ? മൊബൈൽ യൂസേഴ്സിൽ തന്നെ വരുന്ന ഗ്രോത്ത് നമുക്കറിയാം. ഡേ ബൈ ഡേ നമ്പർ ഓഫ് പീപ്പിൾ ഓർ നമ്പർ ഓഫ് യൂസേഴ്സ് ആർ ഇൻക്രീസിങ്. ബട്ട് ഈ ഒരു യൂസേഴ്സിന്റെ ഇൻക്രീസിനനുസരിച്ച് ഫ്രീക്വൻസി സ്പെക്ട്രം ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലേ? അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ എന്ത് വരും? ഒരു കൺജഷൻ വരും. 2 MHz ആണ് എനിക്ക് പണ്ടും ഇപ്പോഴുമുള്ള ഒരു ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് എങ്കിൽ ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് അപ്പോഴും 2 MHz ആണ്. പക്ഷേ യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. മൊബൈൽ യൂസേഴ്സ് നമുക്കറിയാം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാറ്റലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെലിവിഷൻ യൂസേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് ഈ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്ലെക്സിങ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൾട്ടിപ്ലെക്സിങ് ആൻഡ് മൾട്ടിപ്പിൾ ആക്സസ്? മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ടു ദി സിഗ്നൽ വിച്ച് ആർ ജനറേറ്റഡ് അറ്റ് വൺ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കുറേ സിഗ്നൽസിനെ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് മൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്നുള്ള സിഗ്നൽസിനെ ആക്സസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ? ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. സോ ബേസിക് ഡിഫറൻസ് ഒന്ന് ഒരു ലൊക്കേഷനിൽ ഉണ്ടാകുന്നതാണ്. മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്ന പല പല ലൊക്കേഷനിൽ വരുന്ന സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്ലെക്സിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെലിഫോൺ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ചാനൽ അവിടെയൊക്കെയാണ്. മൾട്ടിപ്പിൾ ആക്സസ് യൂസ് ചെയ്യുന്നത് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലാണ്. സോ ഡിഫറൻസ് ഓർക്കുക, രണ്ടും പല പല സിഗ്നൽസിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മളെവിടെ ഫൈബർ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ആക്സസ് അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓർക്കുക, the signals are generated from different locations. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആക്സസ് എന്താണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ആക്സസ് ഇസ് ദ യൂസ് ഓഫ് മൾട്ടിപ്ലെക്സിങ് എന്ന് വെച്ചാൽ സിഗ്നൽസിനെ കമ്പൈൻ ചെയ്യാം ടു പ്രൊവൈഡ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ടു മൾട്ടിപ്പിൾ യൂസേഴ്സ് ഓവർ സിംഗിൾ ചാനൽ. ഇറ്റ് അലോസ് മെനി യൂസേഴ്സ് അറ്റ് വൺ ടൈം ബൈ ഷെയറിംഗ് ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് സ്പെക്ട്രം. രണ്ടും മൾട്ടിപ്ലെക്സിങ്ങും മൾട്ടിപ്പിൾ ആക്സസും എന്ത് തന്നെയാണ്? പല പല സോഴ്സിൽ നിന്നുള്ള സിഗ്നലിനെ ഒരു ചാനലിലാക്കി നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. റിസീവിങ് എൻഡിൽ അത് പല പല യൂസേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പെക്ട്രത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല പല യൂസേഴ്സിനായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക് എന്ന് പറയും. ഒരു കാര്യം കൂടെ ഉണ്ടെന്താ, അവിടെ വരുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് പല പല സ്ഥലത്തു നിന്ന് ഉള്ള സിഗ്നൽസ് ആവാം. അതെന്തെന്ന് പറയാം, നമ്മൾ മൾട്ടിപ്പിൾ ആക്സസിന്റെ ഡെഫിനിഷൻ പറയാം. ഇനി ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ടൈം, ഫ്രീക്വൻസി ആൻഡ് കോഡ് അല്ലേ? അറ്റ് എ ടൈം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി 0 മുതൽ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല പല ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചാനലും നമ്മൾ ആർക്ക് കൊടുക്കും? ഓരോ യൂസറിന് കൊടുക്കും. ഫോർ എക്സാമ്പിൾ 0 to 100 kHz ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ 0 to 10 വരെയുള്ള kHz യൂസർ 1ന് കൊടുക്കും. 10 മുതൽ 20 വരെയുള്ള kHz യൂസർ 2ന് കൊടുക്കും. അങ്ങനെ ഫ്രീക്വൻസി നമ്മൾ ഡിവൈഡ് ചെയ്ത് പല പല യൂസേഴ്സിനായിട്ട് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ടൈം എന്താണ്? എല്ലാ ടൈമിലും എന്ത് ചെയ്യും? എല്ലാ യൂസറിനും ഈ പറയുന്ന ഫ്രീക്വൻസി സ്പെക്ട്രം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ യൂസറിനും കൊടുത്തേക്കുന്ന ഫ്രീക്വൻസി എന്താണെന്നേ ഉള്ളൂ, ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ. ഇനി ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിലാണെങ്കിലോ എല്ലാ ഫ്രീക്വൻസിയും, അതായത് 0 to 100 kHz ഫ്രീക്വൻസി
ആർക്ക് കൊടുത്തിട്ടുണ്ട്? എല്ലാ യൂസേഴ്സിനും. അല്ലാതെ ഒരു യൂസറിന് 10 kHz, ഒരു യൂസറിന് 10, അങ്ങനെയല്ല. ഫുൾ ബാൻഡ് വിഡ്ത്ത് എല്ലാ യൂസറിനും യൂസ് ചെയ്യാം. പക്ഷേ അറ്റ് എ ടൈം, ഇവിടെ നോക്കിയേ, ഇത് 0 എന്ന് പറയുന്ന സെക്കൻഡ്, ഇത് 100th സെക്കൻഡ്. 0 to 20 വരെയുള്ള സെക്കൻഡിൽ, അതായത് ടൈം സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 20 സെക്കൻഡ്സിൽ ഈ ഫുൾ ഫ്രീക്വൻസി ഞാൻ യൂസർ 1ന് കൊടുത്തു. ദെൻ 20 to 30 സെക്കൻഡ് വരെ ആരെ യൂസ് ചെയ്തു? സെക്കൻഡ് യൂസർ ഈ ഫ്രീക്വൻസി സ്പെക്ട്രം യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ യൂസർ എന്ത് ചെയ്തു? അടുത്ത 30 മുതൽ 40 വരെയുള്ള ഫ്രീക്വൻസി യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ടൈമിനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് പലർക്കായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ ഫ്രീക്വൻസി യൂസ് ചെയ്യാം, എല്ലാ കോഡും യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിനകത്ത് എല്ലാ ഫ്രീക്വൻസിയും എല്ലാ യൂസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ ടൈമിലും എല്ലാ യൂസറും യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ യൂസറിനും ഓരോ കോഡാണ് കൊടുത്തേക്കുന്നതെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുവാണ്, ഓരോ കുട്ടിക്കും ഓരോ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റ കൊടുക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കോഡാണെങ്കിൽ ഇന്ന സ്റ്റുഡൻ്റ് ആണ് റിസീവ് ചെയ്യുക, നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഓരോ യൂസറിനും, ഇപ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും എല്ലാ യൂസേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട്. അല്ല അറ്റ് എ ടൈം ഒരാൾ മാത്രമല്ല കോൾ ചെയ്യുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ മൊബൈൽ നമ്പർ ആണല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ യൂസറിനും ഓരോ കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നും കൂടെ കാണിച്ചേക്കുന്നത്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഫ്രീക്വൻസി ആണ് എന്ത് ചെയ്തേക്കുന്നത്? പല പല ബാൻഡായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൽ നോക്കിയേ, ടൈം ആക്സസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. കുറച്ചും കൂടെ ഇതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ടൈം സ്ലോട്ടിനെ സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ലോട്ടിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗാർഡ് ബാൻഡ്, സിങ്ക്രണസ് ബിറ്റ്, കൺട്രോൾ ബിറ്റ്, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫ്രെയിം ഉണ്ടാവും. ഒരു ടൈമിൽ നമ്മൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത്. ഇത്രയും ഡീറ്റെയിൽഡ് ഒന്നും നമുക്ക് വേണ്ട. ഒരു TDMA ഫ്രെയിം, ഒരു ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിൽ ഒരു ടൈമിലെ ഫ്രെയിമാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ N സ്ലോട്ട് ഉണ്ടാവും. ഒരു സ്ലോട്ടിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും? ഗാർഡ് ബാൻഡ് ഏതാണ്, അതിൻ്റെ സിങ്ക്രണസ് ബിറ്റ് ഏതൊക്കെയാണ്, കൺട്രോൾ ബിറ്റ് ഏതാണ്, ഇൻഫർമേഷൻ എന്താണ്, എറർ കറക്ഷൻ കോഡ് എന്താണ്, ഇതെല്ലാം ഒരു സ്ലോട്ടിലുണ്ടാവും. ഇതുപോലെ നെക്സ്റ്റ് സ്ലോട്ടിൽ എന്തുണ്ടാവും? ഇൻഫർമേഷനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേ. ഒരു മൊബൈൽ ടവറിൽ നിന്ന് പല പല യൂസേഴ്സ് കോമൺ റേഡിയോ ചാനൽ വെച്ച്, അതായത് ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ സമയത്ത് പല പല യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കുള്ള കോഡ് എന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ അല്ല, അത് നിങ്ങൾ ഓർക്കുക. നമ്മൾ ഡിജിറ്റലി എൻകോഡ് ചെയ്യുമ്പോഴുള്ള കോഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാൻ മൊബൈൽ നമ്പർ പറഞ്ഞു എന്നേ ഉള്ളൂ, എക്സാക്റ്റ് അതല്ല. അപ്പോൾ അങ്ങനെ പല പല കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനാണ് എന്തെന്ന് പറയുന്നത്? CDMA എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെ നമ്മൾ പറയുന്നത് SDMA, സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. അതിനകത്ത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു ആൻറ്റിന യൂസ് ചെയ്തിട്ട്, ഇപ്പം ഈ ആൻറ്റിന തന്നെ കൺസിഡർ ചെയ്തോ. ഈ ആൻറ്റിന ഈ ഒരു തീറ്റ ഡിഗ്രിയിൽ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്ത് ഈ ഒരു ഡയറക്ഷനിലേക്ക് വേറൊരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഈ ഒരു ഡയറക്ഷനിൽ വേറൊരു ഇൻഫർമേഷൻ, ഇങ്ങോട്ടൊരു ഡയറക്ഷനിലേക്ക് വേറൊരു ഇൻഫർമേഷൻ, അങ്ങനെ പല പല ഡയറക്ഷനിലായിരിക്കും. സ്പേസിലാണ് എന്ത് വരുന്നത്? അവിടെ ഡിഫറൻസ് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയാം. ഓക്കെ.